നമസ്കാരം. ഞാൻ ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്നത്തെ നമ്മുടെ വളർന്നു വരുന്ന യുവാക്കൾ, നമ്മുടെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അവരുടെ സർഗാത്മക കഴിവുകളെ അവർ മറന്നുപോയിരിക്കുകയാണ്. അത്തരത്തിലുള്ള കഴിവുകളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിനുവേണ്ടി ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തും 16-ാം വാർഡ് മെമ്പറും കുടുംബശ്രീ CDSും ഒക്കെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ഘട്ടമെന്ന നിലയിൽ ഞങ്ങളൊരു കാൽപന്ത് കളി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കാൽപന്ത് കളിയാണ് എൻ്റെ ലഹരി എന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ നടത്തുകയാണ്. വരുന്ന 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് 8 ദിവസം നടക്കുന്ന ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. നന്ദി. വർത്തമാന കാലഘട്ടത്തിൽ യുവതലമുറയെ കാർന്നു നിന്ന രാസലഹരിക്കെതിരായി അതിശക്തമായ പോരാട്ടമാണ് ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തും ആ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡും കുടുംബശ്രീ CDSും. ലഹരി ഉപയോഗത്തിനെതിരായി വായനാ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പദ്ധതിയാണ് ഈ പാർട്ടി നടപ്പിലാക്കിയിട്ടുള്ളത്. ചാത്തന്നൂർ സബ് ജില്ലയിലെ സ്കൂളിൽ നിന്ന് 100ഓളം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുത്ത വായനാ മത്സരം നടത്തിയതിനു ശേഷം കാൽപന്ത് കളിയാണ് എൻ്റെ ലഹരി എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാസം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ മൈലക്കാട് തുലവിള ദേവി ക്ഷേത്രത്തിൽ വെച്ച് കാൽപന്ത് കളി നടത്തുകയാണ്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മൾ നടത്തുന്നതിലൂടെ പഴയ കാലഘട്ടത്തിൽ കുട്ടികൾ, യുവാക്കൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും തുടങ്ങിയുള്ള അത്ലറ്റിക്സ് മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾ ഇന്ന് ഓൺലൈൻ കളിയിലൂടെ മാത്രം പോകുന്ന ഒരു സംവിധാനത്തിലാണ് രാസലഹരി ഉപയോഗം വർദ്ധിച്ചത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ പഴയ തലമുറയിലേക്ക് കൊണ്ടുപോയി ഈ ഫുട്ബോൾ അടക്കമുള്ള, ക്രിക്കറ്റ് അടക്കമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ കായികമാണ് അവരുടെ ലഹരി എന്ന് വ്യക്തി തീർത്തുകൊണ്ട് കാൽപന്ത് കളിയാണ് അതിൻ്റെ ലഹരി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പദ്ധതി, രാസലഹരിക്കെതിരെ നടത്തുന്ന ഈ ഒരു ക്യാമ്പയിനിൽ എല്ലാ വിഭാഗം ആളുകളെയും സഹകരണം കൊണ്ട് സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.